ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ആശ്രമം 26,125 പേരാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് 450 ആശ്രമങ്ങളാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. 2 വർഷം മുമ്പ് നമ്മളിത് പരിശോധന നടത്തി. നമ്മുടെ ആശ്രമങ്ങൾക്ക് കാസ്കോ വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ 26,125 പേരിൽ 13,000 പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു. ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി, നാഷണൽ ഹെൽത്ത് ഏജൻസി NHAക്ക് ഈ ലിസ്റ്റ് 13,000 പേരുടേതും അയച്ചു കൊടുത്തു. അത് എൻട്രി ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു. 1.5 വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ്. ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര NHAയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിൽ പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല. ആ 13,000 പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം 1,600 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ 9% താഴെ 150 കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത്. പക്ഷേ അത് നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആശുമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു. അങ്ങനെയുണ്ടോ? ദേശീയ ഗൈഡ് ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനിലുള്ളതാണ്, പോപ്പുലേഷൻ സർവേ. പക്ഷെ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഓരോ വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്, ഡിജിറ്റൈസ് ചെയ്തു. ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താലും മതിയാവും. ഡിജിറ്റൈസ് ചെയ്തു, അത് പേപ്പർ സൂക്ഷിക്കേണ്ട, എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പരിശോധിച്ചോളൂ. അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിന് കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, അന്ന് 1ാം വേവിൻ്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. 2021 ഏപ്രിലാണ് 2ാം വേവ് തുടങ്ങുന്നത്. 2021 നവംബർ മാസം 17-ാം തീയതി 17-11-2021 സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ, ഒരു പ്രൊസീഡിങ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അതിൻ്റെ അവസാന ഭാഗം 17-11-2021 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന 5 പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു. സൂചന 6 പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ്. അതായത് മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളതേ ഉള്ളൂ, ഭാഗികമായിട്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്.